1867 ഷവർമ്മയുടെ ജനനം. തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്നത് അറബികളിലേക്ക് കയറുന്നു, അറബികളിൽ നിന്നത് വിവിധ നാടുകളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അത് പേർഷ്യൻ വിഭവമായി മാറുന്നു. പ്രത്യേകിച്ചും യൂറോപ്പിലേക്ക് അതെത്തുന്നു. നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഷവർമ്മ ഒരു വ്യാവസായികമായി തുടങ്ങി അത് വിതരണമൊക്കെ ചെയ്യുന്ന കച്ചവടം നടത്തുന്ന ഒരു രൂപമുണ്ടായത് 1995 തലശ്ശേരിയിലാണ്. അതിനാവശ്യമായ ഉപകരണങ്ങൾ അന്ന് കുവൈത്തിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തത്. അന്നത് ചർച്ചയായിരുന്നു, പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊള്ളിയും കോലും അതിനുള്ള അടുപ്പും കൽക്കരിയൊക്കെ കുവൈത്തിൽ നിന്നായിരുന്നു അന്ന് ഇറക്കുമതി ചെയ്തത്. കേരളത്തിൽ ആദ്യമായി ഷവർമ്മ തുടങ്ങുന്നത് തലശ്ശേരിയിലാണ്. ഈ ഷവർമ്മയുടെ പ്രശ്നം എന്താണ്? സത്യത്തിൽ സാധാരണ ഒരു ഭക്ഷ്യപദാർത്ഥമാണ്. ഏത് ഭക്ഷ്യപദാർത്ഥവും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഉപദ്രവമായി തീരും. പ്രത്യേകിച്ച് ഭക്ഷ്യപദാർത്ഥങ്ങൾ അതിൽ ഫംഗസ് പോലെയുള്ള മനുഷ്യന് ഉപകാരപ്പെടാത്ത അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങൾ വന്നുകൂടാനുള്ള സാധ്യത ശ്രദ്ധക്കുറവ് കൊണ്ട് വളരെ കൂടുതലാണ്. അങ്ങനെ ചില പ്രയാസങ്ങൾ ഷവർമ്മയായി ബന്ധപ്പെട്ടുണ്ടായി. അത് ഷവർമ്മക്ക് മാത്രമല്ല, നല്ല സദ്യയും നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ദോഷമുണ്ടാവും. സദ്യയിൽ ഏതെങ്കിലും ഒരു കറി, ഒരു കൂട്ടുകറിക്ക് ശരിയായ രീതി അല്ലാത്ത വിധത്തിൽ അത് പാചകം ചെയ്താൽ ചിലപ്പോൾ 4-5 ദിവസം ഒന്നിച്ച് വയറിളക്കായിരിക്കും. അത് പൊതുവെ എല്ലാ ഭക്ഷ്യപദാർത്ഥത്തിലുള്ളതാണ്.